ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മണ്ഡലത്തിലെ വിജയപ്രതീക്ഷയിൽ NDA തരൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ദേശീയ ജനാധിപത്യ സഖ്യം NDAയുടെ തരൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിപ്പോയി. എന്താണ് ഇന്ന് എന്താ പറയുന്നത്, നാളെ എന്താ പറയുന്നത് എന്ന് അവർക്ക് അറിയുന്നില്ല. ഓരോ യാത്രകളിലൂടെ രണ്ടും മുന്നണികളും മതവർഗീയ ശക്തികളുമായി കൂട്ടുകൂടിക്കൊണ്ട് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിച്ചപ്പോ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ രണ്ടും മുന്നണികളും പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് അധ്യക്ഷനായിരുന്നു. മേഖലാ ജനറൽ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ജില്ലാ ഉപാധ്യക്ഷൻ CS ദാസ്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് മോഹനൻ കല്ലേപ്പുള്ളി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് K. സദാനന്ദൻ, ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവ് K. അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ അറിയും തലയും പൂർത്തി ഇറങ്ങിയാൽ നമുക്ക് 177 ബൂത്തിൽ നിന്ന് അതിലൊരു 100 ബൂത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചാൽ നമുക്ക് തരൂർ മണ്ഡലം സുനിശ്ചിതമായും ഇവിടെ BJPയുടെ MLA ഈ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. NDAയിലെ BJP സ്ഥാനാർത്ഥി K. സുരേഷ് ബാബു വോട്ട് അഭ്യർത്ഥിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ, സമുദായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. BJPയുടെ ജില്ലാ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ബാബുവേട്ടനെയാണ് നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘകാലമായ പ്രവർത്തനം നമുക്കറിയാം. ലക്കിടി പേരൂർ പോലുള്ള NDFന്റെ എല്ലാം കേന്ദ്രമായിട്ടുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ദീർഘകാലം പാർട്ടിയുടെ ജനപ്രതിനിധിയായി വിജയിച്ച് 10 വർഷത്തിലധികം പഞ്ചായത്ത് മെമ്പറായി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ബാബുവേട്ടൻ. അതേപോലെ തന്നെ സംഘടനാപരമായി CCV ന്യൂസ്, തിരുവല്ലോമല.